ഗാസ മുനമ്പിൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ആക്രമണത്തിൽ ഏകദേശം 28 പേർ കൊല്ലപ്പെട്ടതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൊല്ലപ്പെട്ടവരിൽ ഒരു കുടുംബത്തിലെ 10 പേരും ഉൾപ്പെടുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ പദ്ധതിക്ക് UN സുരക്ഷാ സമിതി അംഗീകാരം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം നടക്കുന്നത്. സമാധാന കരാർ പ്രാബല്യത്തിൽ വന്നതിനു ശേഷമുള്ള ആദ്യത്തെ കനത്ത ആക്രമണമാണിത്. ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 77 പലസ്തീനികൾ കൊല്ലപ്പെട്ടെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഖാൻ യൂനീസിന്റെ സമീപത്തുള്ള അൽ മവാസി പ്രദേശത്തെ 3 കേന്ദ്രങ്ങളാണ് പ്രധാനമായും ഇസ്രയേൽ ലക്ഷ്യം വെച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 10-ാം തീയതി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിനു ശേഷവും ഇസ്രയേൽ ബോംബാക്രമണങ്ങൾ അവസാനിപ്പിച്ചിരുന്നില്ല. എന്നാൽ ഹമാസിന്റെ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത്. ഇസ്രയേലിനെതിരെയുള്ള ഏത് ഭീഷണിയും ഇല്ലാതാക്കാൻ സൈന്യം പ്രവർത്തിക്കുമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇസ്രയേൽ സൈന്യത്തിന് നേരെ വെടിയുതിർത്തെന്ന വാദം ഹമാസ് തള്ളിക്കളഞ്ഞു. ഗാസയിലെ അവരുടെ കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കുന്നതിനുള്ള ദുർബലവും സുതാര്യവുമായ ശ്രമമാണിതെന്നും ഹമാസ് ആരോപിച്ചു. യുദ്ധക്കുറ്റവാളിയായ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വംശഹത്യ പുനരാരംഭിക്കാൻ ശ്രമിക്കുന്നതായും ഹമാസ് ആരോപിച്ചു. ഇസ്രയേൽ ലെബനനിൽ നടത്തുന്ന ആക്രമണ പരമ്പരയ്ക്കിടയിലാണ് ഇന്നലെ ഗാസയിലും കടുത്ത ആക്രമണങ്ങൾ നടത്തിയത്.